ലക്ഷ്മി ലക്ഷ്മി ഒന്നുമില്ല. നിന്റെ അപ്പനങ്ങും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോവാ. ഒന്ന് വെയിറ്റ് ചെയ്യ് സാറേ, അപ്പനിപ്പം ഇങ്ങ് വരും. ലക്ഷ്മി 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 സോറി, ഒരു അല്പം ലേറ്റായി. എന്തോ അപ്പാ, എത്ര നേരം ഗ്ലാസും കഴുകി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. എന്തിനാണ് എനിക്ക് ഇത്ര വെള്ളം ഒഴിച്ച്? കൂമ്പ് പാടും. പിന്നെ എന്തുണ്ട് വിശേഷം? നമ്മുടെ സ്റ്റേഷനിലെ വിശേഷങ്ങൾ അവിടെ എന്തോ സാറേ, പെൺവാണിഭം, പിള്ളാരെ കിടത്തൽ, സദാചാരം, ഗുണ്ടാസംഘം. മടുപ്പ് കേസ് തന്നെ. ഇതാ ഞാൻ അങ്ങോട്ട് വരാത്ത. മതിയായി. ഇക്കൊല്ലം കൊണ്ട് ഞാനങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കാം. അയ്യോ സാറേ, നിർത്തല്ലേ സാറേ. ആ SI സാറിന്റെ ഇടികൊണ്ട് ഞങ്ങൾ ചാവും. അയാളെ എന്തെങ്കിലും ചെയ്തിട്ട് സാറ് അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനേ ഇത്തവണ ഇലക്ഷന് നിന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. ആ നല്ലതാ സാറേ. സാറ് തന്നെ നിൽക്കണേ. സാറിൻ്റെ അപ്പം ജോൺ സാറ് മന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം സ്വർഗമായിരുന്നു, സ്വർഗം. അപ്പനായിട്ട് തുടങ്ങി വെച്ച പാർട്ടിയല്ലേ. വീട്ടിൽ നിന്ന് അമ്മച്ചൊക്കെ ഭയങ്കര പ്രഷറാണ്. ഇനി ഇറങ്ങിയില്ലെങ്കിൽ പാർട്ടി കയ്യിൽ നിന്ന് പോകും. സാർ ഇറങ്ങണം സാറേ. നമ്മൾ വിജയ് ഫാൻസിന്റെ ഫുൾ സപ്പോർട്ടാണ്. അല്ലടാ ബിജു? ഫുൾ സാറേ, ഫുൾ സപ്പോർട്ടാ. പക്ഷെ ഒരു ഫുള്ള് കൂടെ എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ പടം എന്നാ റിലീസ്? ആകെ പ്രശ്നമാണ് സാറേ. തിയേറ്റർ സമരം മൊത്തം കുഴപ്പം. അതാ ഇവന്റെ പ്രശ്നം. ഇനി സൈമ, എന്റെ പ്രശ്നം ഞാൻ പറയാം. ലക്ഷ്മി എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല. അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. അമ്മയെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥയില്ല. ഇന്നെന്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ ഊതിക്കുന്ന സാധനം വീട്ടിൽ നിന്ന് എടുത്ത് കളയണം. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. സൈമ, ഞാനൊരു കാര്യം പറയാം. മേലെ നീ വെളിയിൽ പോയിരുന്ന് വെള്ളം അടിക്കരുത്. നിനക്ക് അടിക്കണമെങ്കിൽ എന്നോട് പോയിരുന്ന് അടിക്ക്. പൊളിയപ്പൻ. ആ പൊളിഞ്ഞിരിക്കും. അതെ, ഒരെണ്ണം വഴി. ലക്ഷ്മി ഒരു പാവം. അയ്യോ, ജാതി മതം ഒന്നും നോക്കാതെ അവളിവിടെ വന്നു. അതിന്റെ കാണാനുണ്ട്. അവള് വന്ന കാലം മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെ ഇനി നടക്കില്ല. അപ്പനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. പെണ്ണുങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാ. നമ്മളായിട്ടൊന്നും മാറ്റാൻ നിൽക്കണ്ടെന്നേ. നാളെ ആ പെണ്ണെ പോയി കണ്ടോണം. ഞാൻ കണ്ടാ മതിയാ. അപ്പനറിയാലോ, തുപ്പാക്കി ഞാൻ 22-ാം തവണ ന്യൂ തിയേറ്ററിൽ വെച്ച് കണ്ടോണ്ടിരുന്നപ്പോ വിജയണ്ണന്റെ എൻട്രിക്ക് നിർത്താതെ എഴുന്നേറ്റ് നിന്ന് ബിസിലടിച്ച പെൺകുട്ടി. അവളെ ഞാൻ കേട്ടത്തുള്ളൂ. സൈമ, കുറെ നാളായിട്ട് ഞാനിത് കേൾക്കുന്നു. അവൾ ആരാ എന്താണെന്ന് പോലും നിനക്കറിയില്ല. ആ ബ്രോക്കർ ത്രേസ്യ ചേച്ചി പറഞ്ഞ പെണ്ണിനെ നാളെ പോയി കണ്ടോണം. ചായ കുടിക്ക്. മറിയാമ്മ ഉണ്ടാക്കിയാണോ ഈ ചായ? അല്ല, അമ്മച്ചി ഉണ്ടാക്കിയതാ. എന്തേ, കൊള്ളതില്ലേ? കൊള്ളാം. ഭയങ്കര കടുപ്പം. ഇത്ര കടുപ്പത്തിൽ ഞാൻ ചായ കുടിക്കാറില്ല. സൈമൺ എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല. പുലിമുരുകന്റെ ടിക്കറ്റ് അന്ന് സൈമണിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ബ്ലാക്കിൽ വാങ്ങിച്ചത്. അതാണ് എവിടെ കണ്ട പരിചയം. ശ്രീകുമാറിന്ന്. പക്ഷെ 300 രൂപ വാങ്ങിച്ചു. പുലിമുരുകന് 300 രൂപ അത്ര കൂടുതലൊന്നല്ല. അതുകൊട്ടെ. മറിയാമ്മയ്ക്ക് വിജയ് സാറിന് ഇഷ്ടമാണോ? വിജയ് സാറോ? വിജയ് സേതുപതി. ഇളയ ദളപതി വിജയ്. അപ്പോ സൈമൺ എന്താ ജോബ്? ഭൈരവയുടെ റിലീസ് എടുത്ത് വരുവാണല്ലോ, അതുകൊണ്ടിപ്പോ ജോലിക്ക് പോവാറില്ല. വിജയ് സാറിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് പറഞ്ഞില്ല. അത് പിന്നെ ഞാനൊരു സത്യം പറയട്ടെ. എനിക്ക് സൂര്യനെ ഇഷ്ടം. ഏത് സൂര്യ? സിംഗം സൂര്യ. അല്ല, PSC ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ. ജോലി കിട്ടത്തില്ലേ? പിന്നെ കിട്ടും. കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്യേ. സെൽവാട്ടൻ
സെൽവണ്ണ വണക്കം സെൽവണ്ണേ. സെൽവണ്ണ ആര്? സെൽവൻ സെൽവണ്ണൻ സെൽവണ്ണൻ അതാര്? ആ ഫിക്സ് பண்ணியாச்சா? ரிலீஸ் டேட்டா எப்பா? என்ன சார்? ഹലോ 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 പാലഭിഷേകം വേണ്ടാന്നോ? ശ്ശെ, പാലഭിഷേകം എടാ റിലീസിന്റെ ഒന്ന് പാലഭിഷേകം വേണ്ട. ആര് പറഞ്ഞു? സെൽവൻ അയാൾ ആരാ? അയാൾ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി. അതെ, സെൽവൻ തമിഴ്നാട്ടിലെ കാര്യം നോക്കിയാൽ മതി. കേരളത്തിലെ കാര്യം നോക്കാൻ നമുക്കറിയാം. ആ വിജയണ്ണന് പാലഭിഷേകം ഇല്ലാതെ ഇവിടെ പടം റിലീസ് നടക്കില്ല. നടക്കില്ല. നീ അവിടെ ഇരിക്കടാ. 2 പാക്കറ്റ് പാല് പൊടിച്ചു വെക്കണ കേസല്ലേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യടാ. നമ്മളിങ്ങനെ ക്ഷമിക്കുന്നോണ്ടാ നമുക്ക് ഫോട്ടോഷൂട്ട് കിട്ടാത്ത. ആ സെൽവൻ നല്ല ഐഡിയ കൊടുക്കണം. ഇരിക്കാം, നീ അടങ്ങ്. അല്ല ശരിക്കും നിങ്ങൾക്ക് എന്താ പരിപാടി? അല്ല, ഞാനാണല്ലോ ഈ ഇളയദളപതി രസികർ മണ്ഡലം സെക്രട്ടറി. ഞാൻ ആരുമല്ല, യൂബർ ഡ്രൈവർ മൂസ. ഓ ദാ, ഈ ഉപ്പിന് ഇന്ത്യയിൽ എന്താ പറഞ്ഞേ? ഉപ്പിന് നമുക്ക് 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 നമുക്കല്ല, ഉപ്പിന്. ഉപ്പിനെയാണ് നമുക്കെന്ന് പറയുന്നത്. നമുക്ക് എന്തിനാ ഇത്ര ഇട്ടേ? എടാ, പണി അറിയാതൊക്കെ പറഞ്ഞു വിടറേ. ശരി മുതലാളി. വേണമെങ്കിൽ നീ അവനോട് അങ്ങ് പൊക്കോ. എന്റെ കുടുംബം മുതലാളി, എന്റെ ബുൾസൈല് കറക്റ്റ് നമുക്കാ. ആണോ? കറക്റ്റ് നമ്മക്ക് ഇട്ട് ഒരു പുൾസേക്ക് എടുത്തേ നോക്കട്ടെ. ജൽദി കരോ. എന്തിനാണ് നിനക്ക് ശമ്പളം തരണേ? ഗുളിക കഴിക്കുന്നത് കൊണ്ട് അറിയാതെ മയങ്ങിപ്പോയതാ. എന്നാ മര്യാദ എടുത്തോണം. തുറക്കണ കയറ്റി. സമയം കഴിഞ്ഞു. തുറക്കണോ? മുതലാളി ഇന്ദ്ര എത്ര നേരമായിട്ട് വിളിക്കുന്ന? നീ കാര്യം വേണപ്പാ. ആ കോശി ഡോക്ടർ വിളിച്ചിരുന്നു. അയാളുടെ അസിസ്റ്റന്റ് ഡോക്ടർ ചോമൻ, അവനാള് ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിൽ നിന്ന് അവൻ കോപ്പി ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല. പക്ഷെ അവൻ കമ്മീഷണർ കണ്ട പിന്നെ പണിയാ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? അവനൊരു ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ചെയ്തേ. ആ